കന്യാസ്ത്രീ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന ബി.ജെ.പി. കൈമലർത്തി എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ജോർജ് കുര്യനും പറഞ്ഞ വാക്കുകളിൽ അത് വ്യക്തമാക്കിയതുകൊണ്ടാണ്. ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് വോട്ട് വാങ്ങിപ്പോയ നേതാക്കളുടെ മൗനവ്രതത്തിനും ഇതൊക്കെ തന്നെയാണ് കാരണം. കൊടിക്കുന്നിൽ സുരേഷിന്റെയും പി.കെ. ബിജുവിന്റെയും ഫോട്ടോ വെച്ചൊരു പോസ്റ്റ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിങ്ങനെ: ഛത്തീസ്ഗഡിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിക്കപ്പെടുന്ന കേരളത്തിൽ എല്ലാവരും ബോധപൂർവം വിസ്മരിക്കുന്ന സത്യമാണിത്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല. ഇടതും വലതും ജയിപ്പിക്കുന്നവരിൽ അധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം. ഇതര പാർട്ടി നേതാക്കളുടെ പേര് പറയാതെ ഫോട്ടോ വെച്ചത് രാഷ്ട്രീയ വിരോധങ്ങൾ കൊണ്ട് അല്ല, മറിച്ച് ഇവരുടെ പാർട്ടിക്കുള്ളിലുള്ള വിരോധങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതെന്താണെന്ന് ഞാനും നിങ്ങളും കേട്ടതാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. ഉള്ളിലെ തല്ലും തൊഴുത്തിൽ കുത്തും നല്ലോണം അവിടെ ഉണ്ട്. അതാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് കൊണ്ട് കെ സുരേന്ദ്രനും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ചെകുത്താന്റെയും കടലിന്റെയും ഇടയിലാണ്. കാരണം വോട്ടും പാർട്ടിയും ഒക്കെ തന്നെയാണ് അതിന് കാരണം. ഇവിടെയും അവിടെയും എതിർത്ത് പറയാൻ വയ്യ. അത് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ വ്യക്തമാണ്. മിനിറ്റുകൾക്ക് മുൻപ് പാർട്ടി പേജിൽ വന്ന ഒരു പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്യുകയുണ്ടായി. വിപിൻ കുടിയേടത്ത് എഴുതിയതാണ് ആ പോസ്റ്റ്. അതിങ്ങനെ: ഒരു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമപരമായി എടുത്ത ഒരു കേസ് മാത്രമാണിത്. പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം മനുഷ്യക്കടത്ത് പോലുള്ള കുറ്റകൃത്യങ്ങൾ NIA പരിധിയിൽ വരുന്നത് കൊണ്ടാണ് കേസ് ആ ഏജൻസിക്ക് കൈമാറിയത്. ഇത് സ്വാഭാവികമായ ഒരു നിയമ നടപടിക്രമം മാത്രമാണ്. ഇതിൽ എവിടെയാണ് BJPയുടെ ഗൂഢാലോചന? ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കേരളത്തിൽ നടന്ന സമാനമായ സംഭവങ്ങളെ സൗകര്യപൂർവ്വം മറയ്ക്കുകയാണ്. 2022 പിണറായി വിജയന്റെ സർക്കാരിന്റെ പോലീസ് 2 കന്യാസ്ത്രീകൾക്കെതിരെ സമാനമായ കേസെടുത്തപ്പോൾ ഈ ഗൂഢാലോചനാവാദം എവിടെയായിരുന്നു? തൃശൂരിൽ മതിയായ രേഖകളില്ലാതെ പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ സർക്കാർ നടപടി സ്വീകരിക്കുന്നു. ഇതെല്ലാം നിയമപരമായ നടപടികളായി കാണുകയും ഇപ്പോൾ മാത്രം BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ നന്നാവും. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ള വാക്കുകൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യപ്പെടുന്നതും എഴുതപ്പെടുന്നതും? രാജീവ് ചന്ദ്രശേഖറിന്റെ മറ്റൊരു വാദം കൂടി നമ്മൾ അറിയണം. അത് ഇതാണ്: ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവ നിരോധിക്കുന്ന കർശനമായ നിയമങ്ങൾ അവിടെയുള്ളത്. നാം എല്ലാവരും ഇത് തിരിച്ചറിയുകയും ഈ വിഷയത്തിൽ സംയമനം പാലിക്കുകയും ഇതേ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും വേണം. ഛത്തീസ്ഗഡിലെ തന്നെ സ്ഥിതി പരിശോധിച്ചാൽ കോൺഗ്രസ് സർക്കാരിന്റെ ഇക്കാലത്ത് 2021 4 ക്രൈസ്തവ പുരോഹിതരെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അന്നൊന്നും പ്രതിഷേധിക്കാതിരുന്നവർ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിൽ കുളം കലക്കാൻ ശ്രമിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികളും മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളും ഈ ചതിക്കെണിയിൽ വീണു പോകരുത്. കോൺഗ്രസിന്റെ ഈ കഴുകൻ രാഷ്ട്രീയം വിലപ്പോകില്ല. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് പോലും കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ അനുഗമിക്കുകയോ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്കായി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ജനക്ഷേമത്തിൽ പ്രതിജ്ഞാബദ്ധരായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരു മലയാളി പ്രതിസന്ധി നേരിട്ടാലും ഞങ്ങൾ കൂടെയുണ്ടാകും. ആവശ്യമുള്ളപ്പോൾ എല്ലാം BJP ഇടപെടും. ഇതും രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മറുവാദമാണ്. അതായത്, പറയാനുള്ളതെല്ലാം ഞാൻ പറയും, പക്ഷെ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും. എന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു ദീർഘകാലമായുള്ള ഈ ഒരു നിലപാടിന്റെ ഭാഗമായാണ് ഈ കേസിലും BJP ഇടപെട്ടിരിക്കുന്നത്. ഭാവിയിലും ഏതെങ്കിലും മലയാളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ ജാതി മത വിശ്വാസങ്ങൾക്കപ്പുറം BJP കൂടെ ഉണ്ടാകും.
അതും വികസിത കേരളത്തിനായി എന്നാണ് BJPയുടെ പക്ഷം, നമ്മുടെ അധ്യക്ഷനും പറയുന്നത്. ഇവിടെ വരേണ്ട വികസനം മനസ്സിനും വിവേകത്തിനും തിരിച്ചറിവിനും ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മാത്രമല്ല, പലർക്കും പറയാനുള്ളത്. ഈ പറഞ്ഞ വികസനങ്ങളുടെ പോരായ്മയാണ് ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ. അതൊരു സ്വതന്ത്ര സംഘടനയാണെന്നും നിങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയേണ്ടി വന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ബജ്രംഗ് ദൾ. VHP RSSന്റെ വിവിധ ക്ഷേത്ര സംഘടനാ ശ്രേണിയിൽപ്പെടുന്ന അഥവാ സംഘപരിവാറിൽപ്പെട്ട സംഘടനയാണ് എന്ന് പറഞ്ഞു തരാൻ അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ തയ്യാറാവേണ്ടി വന്നത്. കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത സംഘടനയും കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ മുതൽ ഭീഷണിപ്പെടുത്തിയ സംഘടനയുടെ പേരും, കന്യാസ്ത്രീകൾക്ക് സെക്ഷൻ കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ പുറത്തുനിന്ന് ആഹ്ലാദ പ്രകടനം നടത്തിയ സംഘടനയുടെ പേരും, ട്രെയിനിൽ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തു പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ച സംഘടനയുടെ പേരും ഒന്ന് തന്നെയാണ്. അതാണ് താങ്കൾ പറഞ്ഞ ആ സ്വതന്ത്ര സംഘടന. കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംസ്ഥാനം ആരാണ് ഭരിക്കുന്നതെന്നും കന്യാസ്ത്രീകൾക്കെതിരായി ശക്തമായി FIR തയ്യാറാക്കിയ പോലീസ് സ്റ്റേഷനും BJPയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് പോലീസിനേക്കാൾ പവർ പലർക്കും അവിടെ കിട്ടിയത്. അതായത് ആ സ്വതന്ത്ര സംഘടനയ്ക്ക് അവിടെ കിട്ടിയത്. ജാമ്യം നിഷേധിക്കാൻ കൂട്ടുനിന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ BJP ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. മതരാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ ശബ്ദമുയർത്തുന്നത്. ഇതാണ് ഇപ്പോൾ പാർട്ടി തിരിച്ചറിയേണ്ടത്.